ഒരു ഫാന്റസി ബൈയിങ് ആണ് ഈ കാറുകളിൽ ഒരെണ്ണം എടുക്കാന്നുണ്ടെങ്കിൽ i4 അത് അതിന് പിന്നെ നമ്മളൊരു വണ്ടിക്കാരായതുകൊണ്ട് അത് അധികം അന്വേഷിക്കാൻ പോയില്ല. അതുകൊണ്ട് ഐസിയിലേക്ക് വന്നപ്പോൾ ഒരു നോർമൽ ആയി പോയി ഫ്രണ്ടിൽ തോന്നി. അത് എന്റെ പ്രശ്നം മാത്രമായിരിക്കും. ഹായ്, നമ്മളുടെ ഭാരത് മൊബിലിറ്റി എക്സ്പോ ഗ്ലോബൽ എക്സ്പോ 2024 സെക്കൻഡ് എപ്പിസോഡാണിത്. അപ്പം നമ്മൾ ഹാൾ നമ്പർ 1, ഹാൾ നമ്പർ 6 എന്നീ 2 ഹാളിൽ അല്ലെങ്കിൽ പവലിയനിൽ ഉണ്ടായിരുന്ന വാഹനങ്ങളുടെ എല്ലാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തു. ടുഡേ നമ്മൾ ലാസ്റ്റ് ഹാൾ നമ്പർ 14ലും പിന്നെ ആക്സസറി പാർട്സിലും ഒക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മളൊരു ഓവറോൾ അതിൻ്റെ ഒരു വ്യൂ കാണുന്നത്. ഏതാണെങ്കിലും ആദ്യമേ ഒരു താങ്ക്സ് പറയേണ്ടത് വെരിറ്റാസ് ഫുഡ് കോർട്ടിനോടാണ്. ഈ ഒരു ഫുഡ് കോർട്ട് ഞങ്ങൾക്ക് എപ്പോൾ വന്നാലും ഒരു വെൽക്കമിങ് സ്റ്റേജിൽ നമുക്ക് ഈ ഒരു ടോപ്പ് ഫ്ലോർ കംപ്ലീറ്റ് ഇവിടെ ഇരുന്ന് വീഡിയോ ചെയ്യാനും ഇവിടെ നിന്ന് എന്തെങ്കിലും മീറ്റിംഗ്സ് ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഈ സ്പേസ് തരുന്ന വെരിറ്റാസ് ഫുഡ് കോർട്ടിന്. നമ്മുടെ 390 ഡ്യൂക്ക് റിവ്യൂ നമ്മൾ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. അതിന്റെ റൈഡിങ് പാർട്ട് അന്ന് തൊട്ട് ഒരുപക്ഷെ അതിന് മുന്നേ ഉള്ള അസോസിയേഷനാണ്. ഇറ്റ്സ് എ ഗുഡ് പ്ലേസ്. ഞാൻ 2-3 മീറ്റിംഗ്സ് ഒക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കാണെങ്കിലും എന്തെങ്കിലും മീറ്റിംഗ്സോ അല്ലെങ്കിൽ ഐസ്ക്രീമും ഫുഡും ഒക്കെ കഴിക്കാനായിട്ടാണെങ്കിലും വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷനിൽ തന്നെയാണ്, മെട്രോ സ്റ്റേഷന് താഴെയാണ് ഈ ഫുഡ് കോർട്ട് വരുന്നത്. നമ്മൾ റോഡിൽ കൂടെ പോവുകയാണെങ്കിലും കാണാൻ പറ്റും. സോ യു ക്യാൻ കം ഹിയർ, യു ക്യാൻ സിറ്റ് ഹിയർ, എൻജോയ്, റിലാക്സ്. നല്ലൊരു അറ്റ്മോസ്ഫിയറും ആംബിയൻസും ഒക്കെയാണ് ഇവിടെ. സോ താങ്ക് യു വെരിറ്റാസ് ഫുഡ് കോർട്ട്. ഓക്കെ, സോ ലെറ്റ്സ് കണ്ടിന്യൂ. ഹാൾ നമ്പർ 14 നമ്മൾ കയറിയപ്പോൾ തന്നെ കണ്ടത് BMW ഒരു ഫുൾ ഇലക്ട്രിക് ലൈനപ്പാണ്. ഇലക്ട്രിക് മാത്രമേ കിട്ടുള്ളൂ, അത് തന്നെ കുറെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് നമുക്ക് BMW അല്ല, മിനി വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ശരി, കൂപ്പർ SE അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ നാളെ ഓടിച്ച് നടന്നാണ്. സെയിം കാർ കൂപ്പർ SE ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടുന്ന് മൂവ് ചെയ്ത് i4 ഉണ്ടായിരുന്നു, i7 ഉണ്ടായിരുന്നു, iX1 ഉണ്ടായിരുന്നു. സോ റോഷനേട്ടൻ അതിൽ ഏത് ചൂസ് ചെയ്യും? ഒരു ഫാന്റസി ബൈയിങ് ആണ് ഈ കാറുകളിൽ ഒരെണ്ണം എടുക്കാന്നുണ്ടെങ്കിൽ i4. ഓ, ഞാനും i4. ഓഹോ, i4 എനിക്ക് അങ്ങനെ ഭയങ്കര വലുത് അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് ഒന്നിനും തോന്നിയിട്ടില്ല. മോർ ഓഫ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് 3 സീരീസ് ആ ഒരു സെഗ്മെന്റ് ആണ് എൻ്റെ ഒരു ഫേവറേറ്റ് സെഗ്മെന്റ്. എന്നോട് ഒരു i7 തന്നിട്ട് റോഷൻ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓക്കെ ഓടിച്ച് കിടക്കാനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് പറ്റുമോ എന്നുള്ളൊരു തോന്നലാണ്. മേ ബി ഐ ഡോണ്ട് നോ, ബട്ട് ഐ ലൈക്ക് ദ i4 ആയിരുന്നു എനിക്ക് അതിനകത്ത് ഫേവറേറ്റ്. പക്ഷേ BMW ലൈനപ്പിലുള്ള എല്ലാ ഇലക്ട്രിക് കാർസും ഉണ്ടായിരുന്നു. ആൻഡ് എല്ലാം ഇലക്ട്രിക് ആയിരുന്ന എനിക്ക് തോന്നുന്നത് ഒറ്റ മാനുഫാക്ചർ ഉണ്ടായിരുന്നത് BMW ആയിരുന്നു. സോ അത്രയും അവര് ഇലക്ട്രിക്കൽ സ്ട്രോങ് ആണെന്നാണ് അത് കാണിക്കുന്നത്. സോ BMW നേരെ ഇസുസുലോട്ട് പോയി. ഇസുസു അവിടെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല, പക്ഷെ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് റോഷനേട്ടനോട് ഞാൻ പറഞ്ഞു, റോഷന്റെ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ റോഷനേട്ടാണ് ആവേശം കൊണ്ട് അതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞ് കയറി നോക്കാൻ പോയത്. അല്ല, അത് ഈ V-Cross ഒരു മൾട്ടി പർപ്പസ് അല്ലെങ്കിൽ നമുക്ക് വി കൻ യൂസ് ദാറ്റ് ആസ് എ ലൈഫ് സ്റ്റൈൽ വാഹനം. അത് തന്നെ V-Crossന്റെ മുകളിൽ ടെന്റ് ഒക്കെ വെച്ചപ്പോൾ ഞാൻ അതിന്റെ മുകളിൽ കയറി വീഡിയോ എന്നൊരു ചെറിയ പേടിയുണ്ട്, പക്ഷെ വീണില്ല, ഇറ്റ്സ് സ്ട്രോങ്. അതിന്റെ മുകളിൽ കയറി നമുക്ക് കിടക്കാം. സോ V-Cross അത് അങ്ങനെ ഒരു ടെന്റ് ഒക്കെ സെറ്റ് ചെയ്തൊരു വണ്ടി ഉണ്ടായിരുന്നു. അതിൽ കയറി അതിന്റെ താഴെ തന്നെ വേറൊരു വാഹനം ഉണ്ടായിരുന്നു. അത് ക്യാബ്, എസ് ക്യാബ് സെയിം സ്റ്റൈലിംഗിൽ, പക്ഷെ കുറച്ച് ഡൗൺ ഗ്രേഡർ ആണ് മോസ്റ്റ്ലി. സോ ബേസിക്കലി ഇസൂസിന് 2 വണ്ടി ഉണ്ടായിരുന്നല്ലോ അവിടെ, അപ്പം വേറെ ഒന്നും ഇല്ലായിരുന്നു. ദെൻ ഇറ്റ് വാസ് ഹോണ്ട ലൈക്ക് ഓൾവേസ്. അവര് 1-2 ഇറക്കലെങ്കിലും അത് പ്രോപ്പറായിട്ട് ദേ ടേക്ക് കെയർ ഓഫ് ദാറ്റ്. എലിവേറ്റും സിറ്റിയുമാണ് അവരുടെ റീസെന്റ് ആയിട്ട് വന്നത്. അത് 2 വാഹനവും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ 2-3 ടൈപ്പ് ഓഫ് ജനറേറ്റേഴ്സ് ഉണ്ടായിരുന്നു. അതിന് പിന്നെ നമ്മളൊരു വണ്ടിക്കാരായതുകൊണ്ട് അത് അധികം അന്വേഷിക്കാൻ പോയില്ല. പക്ഷെ ഒരു ബാറ്ററി സ്വാപ്പിംഗ് ഇലക്ട്രിക് സ്കൂട്ടർ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു സ്വാപ്പിംഗ് ടെക്നോളജി ഞാൻ കണ്ടില്ലേ? അതൊരു മൂലയ്ക്ക് നിന്നുപോയി. അത് ഈ കാറും ഇതെല്ലാം വെച്ചിരിക്കുന്നതുകൊണ്ട് ഇതൊരു മൂലയ്ക്കായി പോയി. ഇതാരും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ ഒരു ബാറ്ററി സ്വാപ്പിംഗ് ടെക്നോളജി നമ്മൾ ഈ അടുത്ത് ഗൊഗോറോ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ചെയ്യാൻ പോയിരുന്നു. അപ്പൊ ആ സെയിം ടെക്നോളജി തന്നെയാണ്. നമ്മളൊരു സ്റ്റേഷനിൽ പോകുന്നു, ബാറ്ററി എടുത്തു വെക്കുന്നു, പുതിയ ബാറ്ററി. സ്വാപ്പിംഗ് ദ ബാറ്ററി ടെക്നോളജി പൊങ്ങി വരുന്നൊരു സംഗതിയാണ്. അത് മിക്കവാറും ഉടനെ തന്നെ ഇന്ത്യയിലേക്ക് വരാം. മറ്റേ വേറൊരു 3 വീലർ 2 വീലർ ഒരു കോമ്പിനേഷൻ ഒരു സാധനം, എന്താ പേര്? സർജ് 32 അല്ലേ? സർജ് 32 എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു. അതിനകത്ത് ബേസിക്കലി അതിൻ്റെ സ്കൂട്ടറിൻ്റെ ബാറ്ററി നമുക്ക് സ്വാപ്പ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എടുത്ത് കൊണ്ടുപോയി ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ്. സോ സർജ് 32 അവിടെ ഉണ്ടായിരുന്നു. അത് സ്കൂട്ടറും ഒരു 3 വീലറും ഒരു 2 വീലറും ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് ഹോണ്ടയുടെ അല്ല, അതൊരു ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് സർജ് എന്ന് പറയുന്നത്. അവരുടെയാണ് ഈ ഒരു 32 എന്ന് പറയുന്ന മോഡൽ. N32 എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ?
റൈറ്റ്. സോ എനിവേസ് അതായിരുന്നു. അത് കഴിഞ്ഞു പിന്നെ ഞങ്ങൾ എത്തിയത് ടാറ്റയിലായിരുന്നു. ടാറ്റയ്ക്കായിരുന്നു ഉള്ളതിൽ ഏറ്റവും വലിയ പവലിയൻ. നമ്മൾ അവരോട് പറയുകയും ചെയ്തു എല്ലാം അതിനകത്തായിരുന്നു. ട്രക്സും അവിടെയാണ് പ്രൈം മിനിസ്റ്റർ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സെക്കൻഡിന് പ്രൈം മിനിസ്റ്റർ വരുന്നതും ആ ഒരു പവലിയനിലാണ്, ടാറ്റയുടെ പവലിയൻ. അതുകൊണ്ട് അങ്ങോട്ട് കയറാനും ഒക്കെ ഭയങ്കര സെക്യൂരിറ്റി ആയിരുന്നു. സോ അവിടെ ചെന്നപ്പോൾ ആദ്യം നമ്മൾ കണ്ടത് അത് അങ്ങനെ കാണാൻ പാകത്തിന് ഇട്ടതുമാണ്. ബാക്കി എല്ലാ കാർസും ഒരുമിച്ചൊക്കെ ഇട്ട സമയത്ത് ഈ സാധനം നടുക്ക് ഓറഞ്ച് പെയിന്റ് അടിച്ചിട്ട് ടാറ്റ കർവ് ഫൈനലി അതിന്റെ പ്രൊഡക്ഷൻ ഫോമിൽ നമ്മൾ കണ്ടു. റോഷൻ ചേട്ടാ അതിന്റെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോ ഇൻസ്റ്റാഗ്രാം ചെയ്തിട്ടുണ്ട്. അത് കുറെ പേരൊക്കെ കണ്ടു. ഇനി കാണാത്തവർ നമ്മൾ ഇൻസ്റ്റാഗ്രാം ചാനലിൽ കയറി നോക്കുക. റോഷൻ ചേട്ടാ എന്താ കർവിനെ പറ്റിയുള്ള അഭിപ്രായം? കർവിന് ഞാൻ എൻ്റെ എക്സ്പെക്ടേഷൻ അത്രയും വന്നില്ല എന്ന് എനിക്ക് ഒരു പക്ഷേ കർവിനെ പറ്റി പറയേണ്ടി വരും. കാരണം ഞാൻ ഒറ്റ കാരണമേ ഉള്ളൂ, ഞാൻ അതിൻ്റെ കോൺസെപ്റ്റ് കണ്ട സമയത്ത് ഐ വാസ് സോ ഇംപ്രസ്ഡ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു IC എഞ്ചിനിലേക്ക് വന്നപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു EV ആയിരുന്നു. അതുകൊണ്ട് IC എഞ്ചിനിലേക്ക് വന്നപ്പോൾ ഒരു നോർമലായി പോയി ഫ്രണ്ടിൽ തോന്നി. അത് എൻ്റെ പ്രശ്നം മാത്രമായിരിക്കും. കാരണം ഇപ്പോൾ ഹാരിയറിലാണെങ്കിലും നമ്മൾ നെക്സോണിലാണെങ്കിലും പഞ്ചിലാണെങ്കിലും ഒക്കെ കണ്ടിരിക്കുന്ന ആ ഒരു കോൺസെപ്റ്റ് ഇതിനകത്ത് വന്നപ്പോഴാണ് എനിക്കുള്ളൊരു ചെറിയൊരു ഒരു അഭിപ്രായ വ്യത്യാസം കർവിനോട് വന്നത്. പക്ഷേ കർവിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മാത്രമേ ആ ഒരു അഭിപ്രായത്തിൽ, സൈഡിലേക്ക് പോയാൽ ഇറ്റ്സ് ഫാബുലസ്. കാരണം ആ ഒരു കൂപ്പെ ലൈക്ക് ഡിസൈൻ, ബാക്ക് ആണെങ്കിലും ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. ഇത് നെക്സോണിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് കർവ് ഈ ഒരു ഐസ് എഞ്ചിൻ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻ വരുന്നത്. അതിന് നെക്സോണിൻ്റെ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ പോലും നെക്സോണിനേക്കാൾ വലിപ്പമുണ്ട്, നെക്സോണിനേക്കാൾ ലെങ്ത് ഉണ്ട്, വിഡ്ത്ത് ഉണ്ട്, വീൽ ബേസ് കൂടുതലുണ്ട്, അതുകൊണ്ട് ഇൻറ്റീരിയർ സ്പേസ് കൂടുതലുണ്ടാവും, അതുപോലെ ബൂട്ട് സ്പേസ് കൂടുതലുണ്ട്. ഇതെല്ലാം ഉണ്ട്. നെക്സോണിൻ്റെ പ്ലാറ്റ്ഫോം കുറച്ചും കൂടി അവർ ഭേദപ്പെടുത്തിയതായിരിക്കാം എന്താണെങ്കിലും. പക്ഷേ അത് IC എഞ്ചിൻ്റെ കാര്യം. ഇത് പക്ഷേ ഒരു കാര്യമുള്ളത്, കർവിൻ്റെ EVയിലേക്ക് വരുമ്പോൾ ആക്ടി EV എന്ന് പറയല്ല, ആക്റ്റീവ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലായിരിക്കും, ഉറപ്പായിട്ടും ആയിരിക്കും അത് EV വരാൻ പോകുന്നു. കർവ് EV അല്ലെങ്കിൽ curve.ev വരാൻ പോകുന്നു എന്ന് തോന്നുന്നു. അതിൽ ടാറ്റ കുറച്ച് അധികം പണിയെടുക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കഷ്ടപ്പാടിന് റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട് അവർ. ആക്റ്റീവ് പ്ലാറ്റ്ഫോം വന്ന സമയത്ത് അവർക്ക് അതിന് ഏത് രൂപവും കൊടുക്കായിരുന്നു. പുതിയ പ്ലാറ്റ്ഫോമാണ്, പക്ഷെ അവർ അതിന് ആദ്യം പഞ്ചിന്റെ രൂപമാണ് കൊടുത്തത്. പക്ഷെ ആക്റ്റീവ് ഓൺലി ഫോർ EV ആണ്. ആക്റ്റീവ് വേറെ ഒരു, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്ത് രൂപവും കൊടുക്കായിരുന്നു. അതെ, പക്ഷെ അവർക്ക് വേറൊരു കാര്യമുണ്ട്. ഇപ്പം അവർക്ക് സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന മോഡൽസ് ആണ്. ഇപ്പം പഞ്ചാണെങ്കിൽ സക്സസ്ഫുൾ ആണ്, അത് പുതിയൊരു പ്ലാറ്റ്ഫോമാണ്. പഞ്ച് മാത്രമേ അതിൽ വന്നിട്ടുള്ളൂ. ഇനി വരാൻ പോകുന്നതാണെങ്കിലും അതിനകത്തേ വരുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് ഓക്കെ, പഞ്ച് വന്നു, ശരി, സമ്മതിച്ചത് പോട്ടെ, പഞ്ചിന്റെ പോപ്പുലാരിറ്റി കാരണമാണ്. ഇത് പുതിയൊരു മോഡലാണ്. അവർ കർവ് എന്നിട്ട് നെക്സോണിന്റെ പ്ലാറ്റ്ഫോമിലാണ് ചെയ്തത്. നെക്സോൺ പ്ലാറ്റ്ഫോം തന്നെ ഇൻഡിക്കയിൽ നിന്നും അവർ ഇമ്പ്രൂവ് ചെയ്ത പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇനി ആദ്യം അവർ കർവ് നെക്സോൺ പ്ലാറ്റ്ഫോമിൽ ചെയ്തു, ഇനി അവരത് ആദ്യം ആക്റ്റീവ് പ്ലാറ്റ്ഫോമിലും ചെയ്യേണ്ടി വരും. സിമ്പിളാണ്. അവർ വിചാരിക്കുന്ന ലോജിക് ഇത്രയേ ഉള്ളൂ. അവർക്ക് IC എഞ്ചിനുള്ള എല്ലാം ഇനി EVയിൽ വേണം. പക്ഷെ അതിന്റെ പ്ലാറ്റ്ഫോം പ്രോപ്പർ ആയിട്ടൊരു ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിലായിരിക്കും. അപ്പം EV ഉണ്ടാവും, അതുപോലെ തന്നെ IC എഞ്ചിനും ഉണ്ടാവും. സോ അവരുടെ ഒരു ഹോൾ ഐഡിയ, ടാറ്റയ്ക്ക് കഷ്ടപ്പെടേണ്ടി വരും, പക്ഷെ നമുക്ക് നല്ല കാലം, നല്ല കാലമാണ്. ആ ഒരു ഡിസൈൻ they will not leave that design. ആ ഡിസൈൻ അവർ ഏത് പ്ലാറ്റ്ഫോമിലും വെക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് പോകുന്നത്. സോ കർവ് വരും, അതുപോലെ ഹാരിയർ EVയിൽ EV വരാൻ പോകുന്ന പ്ലാറ്റ്ഫോം അഗൈൻ ആക്റ്റീവ് പ്ലാറ്റ്ഫോമിലായിരിക്കും. ഹാരിയറിനെ പോലെ ഇരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഹാരിയറിനെ പറ്റി പറഞ്ഞാൽ, ഹാരിയറിൽ ഞാൻ ഒരു വാക്ക് അറൗണ്ട് ചെയ്തായിരുന്നു. ആ സമയത്ത് ഹാരിയറിൽ വന്നിരിക്കുന്ന വ്യത്യാസം അതിൻ്റെ ഫ്രണ്ട് ഗ്രില്ലിലും അതുപോലെ തന്നെ ബാഡ്ജിങ്. ഇപ്പോൾ EVയിലേക്ക് വേണ്ടിയിട്ട് ടാറ്റയുടെ ബാഡ്ജിങ് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഗ്ലോയിങ് ഒരു വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുന്ന ബാഡ്ജിങ്, അതൊക്കെ ഉള്ളൂ വ്യത്യാസം, അലോയ് വീലുള്ള വ്യത്യാസം. പക്ഷേ ആ ഷെല്ലിൽ ദർ ഇസ് നോ ഡിഫറൻസ്. അത് ഹാരിയർ പോലെ തന്നെ ഇരിക്കും, പ്ലാറ്റ്ഫോം വേറെ ആണെങ്കിലും. സോ അതാണ് അവരുടെ കോൺസെപ്റ്റ് അതിനകത്ത് വരുന്നത്. സോ ഹാരിയർ EV ഈസ് അനദർ, എനിക്ക് തോന്നുന്നു ഇനി വരാൻ പോകുന്ന EVകളിലെ ആദ്യത്തെ EV ഹാരിയർ EV ആയിരിക്കണം. അതാണ് അവിടെ അവർ കാണിക്കാനും കാരണം. ആക്ച്വലി എനിക്ക് ഒരു സാധനം മീൻ കിട്ടി. നമ്മൾ പഞ്ച് EVന്റെ സമയത്തിന് ഒരു ടാറ്റ ഓഫീസിനോട് സംസാരിക്കാൻ പറ്റിയ ആള് കറക്റ്റ് ലൈനപ്പ് എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ അത് പുറത്ത് പറയരുതെന്ന് എന്നോട് വാക്ക് വാങ്ങിച്ചു. അതുകൊണ്ട് എനിക്ക് ഇതൊരുമാതിരി ഞാൻ പറയാം, പക്ഷെ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഹാരിയർ ആയിരിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. അതിപ്പോ ഇനിയിപ്പോ അവിടുന്ന് പറഞ്ഞതുകൊണ്ട് വേണ്ട, അവിടെ ഉണ്ടായിരുന്ന ഒരു EV എന്ന് പറയുന്നത് ഹാരിയർ EV മാത്രമേ ഉണ്ടായിരുന്നു. ദാറ്റ് ഇസ് ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മോഡലായിട്ട് തന്നെ ഇരിക്കുന്നു. അതിനകത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളത്, അതിൻ്റെ താഴെ ബാറ്ററിയുടെ ഒരു ബോക്സ് അല്ലെങ്കിൽ ബാറ്ററിയുടെ അത് പ്ലാറ്റ്ഫോമിൻ്റെ താഴെ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അതൊരു പക്ഷേ
നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ ഒരു പക്ഷെ ബാധിക്കാം എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ചിലപ്പോൾ ഒരു പ്രൊഡക്ഷൻ മോഡലിലേക്ക് കംപ്ലീറ്റ് പ്രൊഡക്ഷനിലേക്ക് വന്നു കഴിയുമ്പോൾ അത് ചിലപ്പോൾ അവർ അഡ്ജസ്റ്റ് ചെയ്യുമായിരിക്കും. അത് മാത്രമേ ഉള്ളൂ എനിക്ക് ഹാരിയർ ഈവിൽ. പക്ഷേ ഡെഫിനറ്റ്ലി ഹാരിയർ ഈവി എല്ലാവരും കാത്തിരിക്കുന്ന ഒരു EV മോഡൽ ആവാം. അതിനുശേഷം അൾട്രോസ് റേസർ നമ്മളത് 2023 ഓട്ടോ എക്സ്പോയില് 23 ആണോ 23 ഓട്ടോ എക്സ്പോയിൽ നമ്മൾ കണ്ടിരുന്നു. അന്ന് മറൂൺ കളറായിരുന്നു, ഇപ്രാവശ്യം ഓറഞ്ച് കളറിലാണ്. അവർ ഇറക്കിയാൽ നന്നായിരുന്നു, കാരണം ഒരുപാട് ടേക്കേഴ്സ് ഉണ്ട്. പോളോ ഒക്കെ പോയ ഗ്യാപ്പിൽ i20 എൻലൈൻ കറക്റ്റ് ഫിറ്റ് ആയിട്ടില്ല, കുറെ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ആ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ പറ്റുന്ന മോഡലാണ് ഓൾട്രോസ് റേസർ. പിന്നെ ഉള്ളത് നെക്സോണിന്റെ CNG ആയിരുന്നു. CNG മോഡൽ നെക്സോൺ. അത് നമ്മൾ അൾട്രോ CNGയിൽ കണ്ട ആ ഒരു സെയിം ടൈപ്പിൽ തന്നെ അതിന്റെ ബാക്കിൽ രണ്ട് എന്താ പറയുന്നത് അതിന്റെ ഒരു ട്യൂബ്സ് സിലിണ്ടേഴ്സ് വെച്ചിട്ട് അതിന്റെ സ്പെയർ വീലൊക്കെ അടി കൊടുത്തിട്ടായിരിക്കും വരുന്നത്. ആ ഒരു സെയിം ടെക്നോളജിയിൽ തന്നെ ആയിരിക്കും നെക്സോണിന്റെ CNG വരുന്നത്. സോ അതായിരിക്കും ഉള്ളത്. പിന്നെ അതല്ലാതെ നമ്മൾ കണ്ടത് നെക്സോൺ EV നെക്സോൺ ഡോട്ട് EV ഡാർക്ക് എഡിഷൻ ഇനിയിപ്പോ എല്ലാത്തിലും ഉണ്ടാവും. 5GB വീണ്ടും കാണിച്ചിട്ടുണ്ടായിരുന്നു. അതെ, ഇതൊക്കെയായിരുന്നു ടാറ്റ. സോ ബേസിക്കലി പിന്നെ ട്രക്സിന്റെ ഒരു ഹോൾ ലൈനപ്പ് ഉണ്ടായിരുന്നു. സോ വലിയ ഒരു ലൈനപ്പ് ആയിരുന്നു ടാറ്റയ്ക്ക്. അതിന്റെ ഒരു മെയിൻ റീസൺ എനിക്ക് തോന്നുന്നത് ടാറ്റയ്ക്കേ ഉള്ളൂ റെഗുലർ ആയിട്ട് പുതിയ പുതിയ വാഹനങ്ങൾ ഈ വർഷം വരാനുള്ള. ബാക്കി എല്ലാവരും 24 എങ്ങനെയെങ്കിലും കഴിഞ്ഞ് 25 എത്തുമ്പോൾ ഭയങ്കരമായിട്ട് വണ്ടികൾ കൊണ്ടുവരും എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഇരിക്കുന്നത്. ടാറ്റ ഹാസ് ഗുഡ് നമ്പേഴ്സ് ടു കം. അതുപോലെ തന്നെ മെർസിഡീസിനാണെങ്കിലും ഗുഡ് നമ്പേഴ്സ് ടു കം. മെർസിഡീസ് ഈ കൊല്ലം തന്നെ 10 ഇവന്റ് ഓൾറെഡി നമ്മളോട് 12 എല്ലാ മാസം ഓരോന്ന്. ഇപ്പോൾ ഓൾറെഡി 2 കഴിഞ്ഞു, 2 വണ്ടി ലോഞ്ച് ചെയ്യും, 3 വണ്ടി ലോഞ്ച് ചെയ്യുകയും കഴിഞ്ഞു. സോ അതാണ് അതിൻ്റെ. പിന്നെ ഉണ്ടായിരുന്നത് കിയയാണ്. കിയയിൽ അങ്ങനെ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്കുള്ള മോഡൽ സെൽറ്റോസ്, ഇപ്പം അടുത്ത് വന്ന സോണറ്റ്, പിന്നെ കാരൻസ്, EV6 ഇത്രയൊക്കെയാണ് ഉണ്ടായിരുന്നത്. EV6ന്റെ 2-3 മോഡൽസ് അവിടെ ഇവിടെയൊക്കെ ഇട്ടാണ്, ഡിഫറെൻറ്റ് കളേഴ്സ് ആൻഡ് ഡിഫറെൻറ്റ് വേരിയൻസ്. അതൊക്കെയാണ് കിയയുടെ ഇതിലുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് നമ്മൾ നേരെ ഹീറോയിലോട്ട് പോയി. അവിടെയാണ് റോഷിയുടെ പറഞ്ഞ സർജ് എന്നുള്ള കോൺസെപ്റ്റ്. അത് വളരെ അടിപൊളിയൊരു കോൺസെപ്റ്റാണ്, വളരെ തിങ്ക് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. കാരണം ഒരുപാട് ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും അവർക്ക് ഓട്ടോറിക്ഷ ഓടിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ പറ്റില്ല. പിന്നെ വേറൊരു സെപ്പറേറ്റ് 2 വണ്ടി വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഇറ്റ് ഈസ് ബിയോണ്ട് ദെയർ. അത് മാത്രമല്ല, ഇപ്പം എനിക്കൊരു ഓട്ടോറിക്ഷ ഇലക്ട്രിക് ഉപയോഗിക്കാതെ എനിക്ക് ഒരു എന്തെങ്കിലും സാധനം എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കണം. അപ്പോൾ ഈ ഓട്ടോറിക്ഷ അതിന് ഉള്ളത് ബാറ്ററി പാക്ക് എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷയ്ക്ക് ഉള്ളതും മറ്റേതിൻ്റെ ബാറ്ററി പാക്ക് സെപ്പറേറ്റ് ആണ്, അതിൻ്റെ മോട്ടർ സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഓട്ടോയും കൊണ്ട് ഞാൻ പോകുന്നു, ഓട്ടോയുടെ ചാർജ് തീരുന്നു, അപ്പോൾ ഞാൻ എവിടെയെങ്കിലും ഇട്ട് ചാർജ് ചെയ്യും. ആ സമയത്ത് എനിക്ക് ഈ സ്കൂട്ടർ എടുത്ത് പോകാം. ആ സ്കൂട്ടറിൽ 2 ഡിറ്റാച്ചബിൾ അല്ലെങ്കിൽ എടുത്ത് മാറ്റാൻ പറ്റുന്ന ബാറ്ററിയാണ്, ചാർജ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററി. അതുമായിട്ട് സ്കൂട്ടറായിട്ട് എനിക്ക് അത്യാവശ്യം കാര്യം തിരിച്ചു വരുമ്പോഴത്തേക്കും ഈ 3-വീലർ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയുടെ ആ പ്ലഗ് ഇൻ ചാർജിങ് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ എനിക്ക് ഈ സ്കൂട്ടർ കയറ്റി വെച്ചിട്ട് ഓട്ടോ ആയിട്ട് പോവാം. സോ ഇറ്റ്സ് എ മൾട്ടി പർപ്പസ്, ഒരു 0 ടൈം വേസ്റ്റിംഗ് അതിനകത്ത് എന്ന് വേണമെങ്കിൽ ഇതിനകത്ത് പറയാൻ പറ്റും. ഹീറോ ഒരു ഐഡിയ പിച്ച് ചെയ്തത് ഇങ്ങനെയാണ്. അതായത് ഇത് പകൽ സമയത്ത് ബിസിനസ് നടക്കുന്ന സമയത്താണെങ്കിൽ പോലും ഉച്ചയ്ക്കൊക്കെ ചിലപ്പോൾ ബിസിനസ് ഉണ്ടാവില്ല, എല്ലാവരും ചൂടും വെയിലക്കാരും വീട്ടിലായിരിക്കും. ആ സമയത്ത് ആൾക്ക് വേണമെങ്കിൽ എന്തിലോട്ട് സ്വിച്ച് ചെയ്യാം, ഹോം ഡെലിവറി അങ്ങനത്തെ ഒരു. പക്ഷെ എന്താണെങ്കിലും അത് ഒരു ബിസിനസ് പർപ്പസിന് വളരെ നല്ലൊരു കോൺസെപ്റ്റ് ആണ്. സർജ് എന്ന് പറയുന്ന കമ്പനിയാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഒരു പ്ലാറ്റ്ഫോമിൽ 9 ഡിഫറെന്റ് മോഡൽസ് ബിഗർ ആൻഡ് സ്മോളർ ഇനിയും ചെയ്യാൻ പറ്റുമെന്നാണ് ഹീറോ പറയുന്നത്. എന്താണെങ്കിലും സർജ് ആണ് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. അവരാണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. പിന്നെ ഹീറോയുടെ മറ്റു മോഡൽസും അവിടെ ഉണ്ടായിരുന്നു. Zoom 160 അത് വൈകാതെ തന്നെ വരാൻ സാധ്യതയുണ്ട്. ഒരു 160cc കുറച്ചും കൂടി പെർഫോമൻസ് ഉള്ള സ്കൂട്ടർ. പിന്നെ ഹീറോയുടെ ഡക്കാറിൽ പോഡിയം വിൻ ചെയ്ത ബൈക്ക് അവിടെ ഡിസ്പ്ലേക്ക് ഉണ്ടായിരുന്നു. അതിന്റെ ചുറ്റുള്ള തിരക്ക് കാരണം ഒരു പക്ഷേ നിങ്ങൾ കാണുന്ന ഫുട്ടേജ് അത്ര അടിപൊളി ആയിരിക്കണമെന്നില്ല. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു, എനിക്ക് ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഉണ്ടായിരുന്നത് TVS ആണ്. TVSന്റെ അവിടെയും ഒരുപാട് റേസിംഗ് ബൈക്സ് ആണ് എന്ന് പറഞ്ഞ് കുറെ ബൈക്കുകൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. റോണിനെ എന്തൊക്കെയോ കാണിച്ചു, 5-6 ബൈക്കുകൾ, കുറെ നമ്പേഴ്സ് കുറെ ഉണ്ടായിരുന്നു. പിന്നെ നോട്ടൺ ഉണ്ടായിരുന്നു. നോട്ടന്റെ കുറെ ബൈക്സ് അവിടെ കാണിച്ചിരുന്നു TVSന്റെ. നോട്ടൺ എന്താണെന്ന് അറിയാത്തവർക്ക് ഇറ്റ്സ് എ UK ബ്രാൻഡ്. പണ്ടത്തെ ലെജൻഡറി ബ്രാൻഡ് ആയിരുന്നു. അതിനിപ്പോ നമ്മുടെ പഴയ സിനിമയിലൊക്കെ നോട്ടൺ ബൈക്കിലായിരിക്കും സായിപ്പുമാരൊക്കെ വരുന്നത്. സോ നോട്ടൺ ഹാസ് എ ഹിസ്റ്ററി. സോ നോട്ടൺ ഈസ് കമ്മിങ് ബാക്ക് ടു ഇന്ത്യ ത്രൂ TVS ഓണർഷിപ്പിലാണ്. സോ ഇത്രയൊക്കെയാണ് വാഹന ലോകത്തെ വിശേഷങ്ങൾ നമ്മളുടെ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2024 ഉണ്ടായിരുന്നു. പക്ഷെ തീരുന്നില്ല, കാരണം ആക്സസറിയും പാർട്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതിനകത്ത് ഞങ്ങൾ ജസ്റ്റ് പോയപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമുണ്ട്. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ മറ്റൊരു കാര്യം,
ഞാൻ ഒരു കാര്യം പറയുന്നത് മറ്റൊരു കാര്യം പറഞ്ഞു. അതിന് മുന്നേ തന്നെയുള്ളൊരു മറ്റൊരു കാര്യം, ഈ ഓട്ടോമൊബൈൽ സ്റ്റോളുള്ളതിനെ ഒരു ഇരട്ടി 3 ഇരട്ടി തിരക്കാണ് ആക്സസറി സ്റ്റോളുകളുടെ അകത്ത്. ആക്സസറി എപ്പോഴും ആളുകൾക്ക് തിരക്കുണ്ടാവും. കാരണം പുതിയ പുതിയ ആക്സസറീസ് പല പാർട്സ് ഇന്ത്യയിൽ അല്ല ലോകത്തിലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് അത് വരുന്നു. അപ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് ഒരു ഇപ്പം ചൈനയിലൊക്കെ അതിന് തന്നെ ഓട്ടോ മെക്കാനിക് എന്ന് പറയുന്ന, എനിക്ക് തോന്നുന്നു അതാണ് പേരെന്ന് തോന്നുന്നു, അത് തന്നെ ഒരു എക്സ്പോ ആണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പാർട്സ് കിട്ടും, ആക്സസറി കിട്ടും, പുതിയ പുതിയ സംഗതികൾ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ചെറിയൊരു കോൺസെപ്റ്റിലാണ് ഇവിടെ വന്നത്. ഇപ്പം ഗാർവാറെ എന്ന് പറയുന്ന നമ്മൾക്കറിയാവുന്ന പോലെ സൺഫിലിം എല്ലാം ചെയ്യുന്ന അവരിപ്പോൾ PPF-ൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു കമ്പനി ഇപ്പോൾ പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലോഞ്ചിന് ആക്ച്വലി ഫാസ്റ്ററിൻ്റെ ഭാഗമായതുകൊണ്ട്, ഫാസ്റ്റർ എന്ന് പറയുന്ന ഇലക്ട്രോണിക് മീഡിയം ഒരു അസോസിയേഷനാണ്. അവരാണ് ആക്ച്വലി ആ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തത്. പ്രൊഡക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാണ് നമ്മളുടെ സൺറൂഫിൻ്റെ കാര്യം. സൺറൂഫ് ഉള്ളത് ആളുകൾ, ഇപ്പോൾ ഞാൻ സൺറൂഫുള്ള വാഹനം മേടിക്കാതെ ഇവിടുത്തെ ചൂട് കാരണമാണ്. ഈ സൺറൂഫ് അങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമൊന്നുമല്ല. സൺറൂഫ് ഇല്ലെങ്കിൽ ഐ ആം വെരി ഹാപ്പി. അങ്ങനെ ഒരു ഇതിലാണ്. അപ്പം സൺറൂഫിൻ്റെ മുകളിൽ ഒട്ടിക്കാൻ പറ്റുന്ന ചൂട് കട്ട് ചെയ്യുന്ന, ചൂടധികം അകത്തോട്ട് ഇറങ്ങാത്ത രീതിയിലുള്ളൊരു ഫിലിം ഇപ്പോൾ ഗാർവാറെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ പ്രൊഡക്റ്റ് ലോഞ്ച് ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ സൺറൂഫ് ഇല്ല, നോർമലായിട്ടുള്ള നമ്മുടെ റൂഫിലാണെങ്കിൽ ചൂടടിക്കുമ്പോൾ ചൂടിറങ്ങും. അതും കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ ഗാർവാറെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒരുപാട് ആൾക്കാർ തോന്നാവുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, സൺറൂഫിന് മറ്റേ കവറുണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് ചൂട് വരുന്നത് എന്നുള്ളത്. ചില കാറുകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതായത് ആ ഒരു കവർ ഭയങ്കര ഫ്ലിംസി ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ലൈറ്റ് അകത്തോട്ട് വരും. ഇവൻ ഭയങ്കര മര്യാദയായിട്ട് ചില കാറുകൾ എന്ന് പറയുന്നത്, ഞാനിത് പലതവണ പറഞ്ഞാണ്, ഹൈറൈഡറിൽ ആ ഒരു പ്രശ്നം ഫേസ് ചെയ്തിട്ട് അതിൻ്റെ റിയൽ പ്രോബ്ലം ഞാൻ അനുഭവിച്ചതാണ്. അതുകൊണ്ട് ഞാൻ പിന്നെയും എടുത്തു പറയുന്നത്, ഞാൻ ടൊയോട്ടയുടെ ആളുകളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കഴിയുമെങ്കിൽ ആ ഒരു തുണി മാറ്റി കൊടുക്കുക. ഇനി അറ്റ്ലീസ്റ്റ് ഓൺ ദ നെക്സ്റ്റ് പ്രൊഡക്ഷൻ മോഡൽസ് അങ്ങനെ ചെയ്യുക എന്നൊക്കെ ഞാൻ പറഞ്ഞു. ബട്ട് നത്തിങ് ഹാപ്പൻ. അത് നിങ്ങൾക്കാണെങ്കിൽ ട്രൈ, ഉച്ചയ്ക്ക് 1 മണിക്ക് നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ട് ഒരു 10-20 മിനിറ്റ് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പൊള്ളും. അപ്പം ഈ ഒരു ഗാർവാറെ കൊണ്ടുവരുന്ന ഈ ഒരു ഫിലിം നമുക്ക് സൺറൂഫിൽ ഒട്ടിക്കാൻ പറ്റിയാൽ, അല്ലെങ്കിൽ സൺറൂഫിൽ ഒട്ടിച്ച് അതിൻ്റെ ഒരു ഗുണമുണ്ടായാൽ, ദാറ്റ്സ് ഗോണ ബി എ ഗുഡ് വൺ. അതുപോലെ തന്നെയാണ് വേറൊരു സാധനം നമ്മൾ കണ്ടത്, ഏബിൾ എന്ന് പറയുന്ന കമ്പനിയുടെ ആണ്, റെയിനെക്സ്. മലയാളികളുടെ കമ്പനിയാണല്ലേ? മലയാളികളുടെ അല്ല, അത് ആക്ച്വലി മലയാളി ഒരാൾ ഇവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടർ ആണെന്ന് എങ്ങാണ്ടേ ഉള്ളൂ. പക്ഷേ മലയാളികൾ അതിൻ്റെ ടോപ്പ് പൊസിഷനിലുണ്ട്. റെയിനെക്സ് എന്നാണ് ആ മെറ്റീരിയലിൻ്റെ പേര്. അത് നമ്മളുടെ ഗ്ലാസ്സിൽ, അതൊരു റിപ്പലൻ്റ് ആണ്. മഴ വന്നാലും അതിൻ്റെ മഴ ഇങ്ങനെ അങ്ങ് തെറിച്ചു പോകും. നമ്മുടെ സെറാമിക് ഒക്കെ പോലെ തന്നെ മുത്തായിട്ട് അങ്ങ് തെറിച്ചു പോകും. അതുപോലെ തന്നെ ഫോഗിങ് ഉണ്ടാവില്ല. അകത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ശരിക്കും ഫോഗ് ചെയ്യുന്നതിൻ്റെ എന്ത് റീസൺ ആണെങ്കിലും അതിൻ്റെ റീസൺ മിക്കവാറും എന്താണ്, ഹ്യൂമിഡിറ്റിയിൽ വരുന്ന മാറ്റമാണ്. അപ്പം ആ ഹ്യൂമിഡിറ്റി ഗ്ലാസ്സിൽ പിടിക്കാതിരുന്നിട്ട് അത് നമുക്കൊരു പക്ഷേ അതിൽ നിന്ന് ഫോഗിങ് ഉണ്ടാവാതിരിക്കാനും ഈ ഒരു പ്രോഡക്റ്റ് ഹെൽപ്പ് ചെയ്യും. പിന്നെ പെർഫ്യൂംസ്, പാർട്സ്, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ. ഒരുപാട് ഹോൺസ്, എല്ലാം വേറൊരു കാര്യം ശ്രദ്ധിച്ചേ, ഇന്ത്യയിലെ ആദ്യമായിട്ട് തോന്നുന്നു ഒരു ബ്രാൻഡ് ഫോർജ്ഡ് അലോയ് വീൽസ് ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. അഡ്വാൻടെക്. ഞാൻ ഇതിന്റെ പോസ്റ്റർ പിടിച്ച് നടക്കുമായിരുന്നു ഇവിടെ, എൻ്റെ എല്ലാവരും കളിയാക്കുമായിരുന്നു. അതെനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഫോർജ്ഡ് റിംസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര വില കൂടിയ സാധനം എന്നാണ് മൈൻഡിലുള്ളത്. ഇത് 40,000-45,000 രൂപയ്ക്ക് ഇന്ത്യൻ ബ്രാൻഡ് ഉണ്ടാക്കി നമുക്ക് വെക്കുന്നു. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇനിയിപ്പം ഈ ഒരു എക്സ്പോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടെയുള്ള ഡീലർഷിപ്പുകൾ, കാറുകളുടെ ഡീലർഷിപ്പുകളിലെല്ലാം ഈ ഒരു ആക്സസറി കാര്യങ്ങളെല്ലാം പതുക്കെ വന്നു തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ റെയിനെക്സ് എന്ന് പറയുന്ന മോഡൽ, അതുപോലെ അല്ലെങ്കിൽ റെയിനെക്സ് എന്ന് പറയുന്ന മെറ്റീരിയൽ, ഈവൻ ഗാർവാറയുടെ ആണെങ്കിലും നിങ്ങളുടെ സൺറൂഫിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡീലർഷിപ്പിലോ അല്ലെങ്കിൽ അവരുടെ ഷോപ്പിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അതും കിട്ടും. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഈ വർഷം ഒരു സ്റ്റാർട്ടിംഗ് രീതിയിൽ മാത്രമാണ് വരുന്നത്. അടുത്ത കൊല്ലം എന്താണെങ്കിലും ഈ ഒരു ഭാരത് മൊബിലിറ്റി എക്സ്പോ അല്ലെങ്കിൽ ഗ്ലോബൽ എക്സ്പോ ശരിക്കും ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡിലേക്ക് വരട്ടെ, അല്ലെങ്കിൽ വരാൻ ഒരുപാട് സാധ്യതയുണ്ട്. കാരണം 2025 is going to be huge. അതാണ് എൻ്റെ പ്രതീക്ഷ. വലിയൊരു ബാക്കിംഗ് കൊണ്ടുവന്നുള്ളതാണ്. അതെ. So it was nice. Definitely 2025 ഈ ഒരു എക്സ്പോ ഡെഫിനറ്റ്ലി ഒരുപാട് വലുതായിരിക്കും. സോ ഓൾ ദ വെരി ബെസ്റ്റ്. സോ ഇതാണ് നമ്മൾ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2024 കണ്ട വിശേഷങ്ങൾ.